സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ള അവിയലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തൈര് ചേർക്കാതെയാണ് നമ്മൾ ഈ അവിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. കൊല്ലം സ്റ്റൈലിലാണ് നമ്മൾ ഈ അവിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ തൈരൊന്നും ചേർക്കാത്ത സദ്യ സ്പെഷ്യൽ അവിയൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചേന എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു നേന്ത്രക്കായ, 3 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ പാവയ്ക്കൊന്നും ചേർക്കാറില്ല. അതുപോലെ പടവലങ്ങ ഉണ്ടെങ്കിൽ പടവലങ്ങയും ചേർക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ പച്ചക്കറി എല്ലാം നന്നായി കഴുകിയ ശേഷം നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഒന്ന് കട്ട് ചെയ്ത ശേഷം കാണിക്കാം. പച്ചക്കറികൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങയും അതുപോലെ തന്നെ കായും അതുപോലെ കിഴങ്ങും ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കളറൊന്ന് ചേഞ്ച് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി നമുക്കത് മൺചട്ടിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് അവിയൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷമാണ് പച്ചക്കറികളെല്ലാം ചേർക്കുന്നത്. മൺചട്ടിയിലേക്ക് ആദ്യം ചേർക്കുന്നത് ചേനയാണ്. കാരണം കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വേവാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഞാൻ ചേന ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കിഴങ്ങും അതുപോലെ തന്നെ നേന്ത്രക്കായയാണ്. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ്, കുമ്പളങ്ങ, അതുപോലെ കോവയ്ക്കയും ബീൻസുമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വഴുതനങ്ങയും അതുപോലെ തന്നെ വെള്ളരിക്കയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് മുരിങ്ങക്കായും അതുപോലെ തന്നെ സവാളയും ചേർക്കാം. ഇനിയാണ് നമ്മളത് സ്റ്റവിലേക്ക് വെക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നോക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റവ് കത്തിച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 2 പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. നമുക്കത് കുക്കറിൽ വേണമെങ്കിലും വേവിക്കാവുന്നതാണ്. പക്ഷേ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഞാനിപ്പോൾ ചട്ടിയിൽ വേവിച്ചെടുക്കുന്നത്. ചെറുതായിട്ട് ഇതിനകത്ത് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ അടിയിൽ തന്നെ ഉണ്ട്. പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെയാണ് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടത്. നന്നായി വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ എൻ്റെ ചട്ടിയിൽ ഫുള്ളായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് താഴോട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. കഷ്ണങ്ങളൊക്കെ വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 മുറി തേങ്ങയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 5 കൊച്ചുള്ളിയാണ്. പിന്നെ ചേർക്കുന്നത് 3 വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ജീരകമാണ്. ഇത് 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായി അരയാൻ പാടില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചതച്ചെടുത്തേക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയോ എന്നുള്ളതൊന്ന് നോക്കാം. ഞാനിതാ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്.
നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യാം. എൻ്റെ ചേനയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടി ചേർക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഒരുവിധം വെന്ത ശേഷമാണ് നമ്മൾ ഈ തക്കാളി ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ തക്കാളിയും ഒന്ന് വെന്ത് കിട്ടുന്നവരെയാണ് നമുക്കൊന്ന് ഇളക്കി എടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി അരപ്പും ചേർക്കാം. അതിനകത്ത് തക്കാളി എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പാണ് ചേർക്കേണ്ടത്. അരപ്പും ചേർത്ത് അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെയാണ് നമുക്കിനി ഒന്ന് വേവിക്കേണ്ടത്. അങ്ങനത്തെ അരപ്പും ചേർത്ത ശേഷം നമുക്കിനി ഇതൊന്ന് തട്ടിപ്പൊത്തിയാണ് വെക്കേണ്ടത്. എന്നിട്ട് അരപ്പിൻ്റെ ആ പച്ചമണം മാറിക്കഴിയുമ്പോഴാണ് നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കേണ്ടത്. ഞാനിപ്പോൾ അവിയലിന് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്, കാരണം എൻ്റെ പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു ഓറഞ്ച് കളർ കിട്ടണമെങ്കിൽ അല്പം 1/2 സ്പൂൺ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി അരപ്പിൻ്റെ മണവും അതുപോലെ തക്കാളിയും ഒന്ന് വെന്ത് കിട്ടുന്നവരെയാണ് നമുക്കിത് വേവിക്കേണ്ടത്. ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തുറന്ന് വെച്ച് വെന്ത് കിട്ടിയാൽ മതി. ഞാനിത് അരപ്പും ചേർത്ത ശേഷം ചെറുതായിട്ടൊരു തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് കൊല്ലം സ്റ്റൈലിലാണ് ഈ ഒരു അവിയൽ തയ്യാറാക്കുന്നത്. അതുപോലെ എൻ്റെ ചാനലിൽ തന്നെ പാലക്കാട് സ്റ്റൈലിലുള്ള അവിയലും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയും ഒന്ന് കണ്ടു നോക്കാം. എന്താ നമ്മുടെ തൈര് ചേർക്കാത്ത അവിയലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അവിയൽ നിങ്ങളെല്ലാവരും ഈ ഒരു ഓണത്തിന് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. അങ്ങനെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് നമുക്കത് സെർവ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും ആ വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ കറിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ അവിയലിലേക്ക് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ തൈര് ചേർക്കാതെയാണ് നമ്മൾ ഈ അവിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.